ഹായ് ഡിയേഴ്സ്, മെൻറ്റർമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള സോഷ്യൽ സയൻസിൻ്റെ പാർട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ടൈപ്സ് ഓഫ് വിൻഡും ക്ലൗഡ്സും ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടിട്ട് PSC തുടങ്ങിയ സോഷ്യൽ സയൻസിൻ്റെ വിവിധ തരത്തിലുള്ള എക്സാമുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ ഈ പാട്ട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് വിൻഡ് എന്നാണ്. എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് ഈസ് സിംപ്ലി എയർ മൂവിങ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ. അപ്പോൾ ഒരു ഹൈ പ്രഷർ സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലേക്ക് സഞ്ചരിക്കുന്ന വാണിത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? വിവിധ രീതിയിലുള്ള പ്രഷർ ഏരിയാസിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഉയർന്ന മർദ്ദമുള്ള പ്രദേശത്തു നിന്നും താഴ്ന്ന മർദ്ദമുള്ള പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്ന വായുവാണ് ഈ ഒരു കാറ്റെന്ന് പറയുന്നത്. മനസ്സിലായോ? വെള്ളം ഒഴുകുന്ന ഓർത്താൽ മതി അല്ലേ? വലിയ പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ടാണെങ്കിൽ വളരെ സ്പീഡിന് തന്നെ എന്ത് ചെയ്യും? വെള്ളം ഒഴുകും അല്ലേ? താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് മർദ്ദം കുറഞ്ഞ പ്രദേശത്തിലേക്ക് പെട്ടെന്ന് വായുവിൻ്റെ ഒഴുക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. എത്ര തരത്തിലുള്ള വിൻഡുണ്ട്? പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വിൻഡുകളുണ്ട്. ഏതൊക്കെയാണ്? പെർമനൻ്റ് വിൻഡ്, പീരിയോഡിക്കൽ വിൻഡ്, ലോക്കൽ വിൻഡ്, വേരിയബിൾ വിൻഡ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള വിൻഡ് നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെക്കണം. ഏതൊക്കെയാണ്? പെർമനൻ്റ് വിൻഡ്സ്, പീരിയോഡിക്കൽ വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, വേരിയബിൾ വിൻഡ്സ്. അപ്പോൾ നമ്മളിതിൽ ചിന്തിക്കാൻ പോകുന്ന ഈ വിൻഡ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ്? ഒക്കെയാണ് ഈ വിൻഡ്സ് ഉണ്ടാകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യത്തെ വിൻസ് ഏതാണ്? പെർമനൻ്റ് വിൻസ്. പെർമനൻ്റ് വിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു വിൻസാണ്. സ്ഥിരക്കാറ്റുകൾ എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ പെർമനൻ്റ് വിൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോ ത്രൂ ഔട്ട് ദ എയർ ഇൻ ദ സെയിം ഡയറക്ഷൻ. വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റിനെയാണെന്ന് പറയുന്നത് പെർമനൻ്റ് വിൻസ് എന്ന് പറയുന്നത്. അതായത് സ്ഥിരമാണ്, ഒരേ ദിശയിലേക്ക് സെയിം ഡയറക്ഷനിലേക്ക് വീശുന്ന സ്ഥിരമായിട്ടുള്ള കാറ്റാണത്. കാറ്റിന് വേറെ 2 പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രിവൈലിംഗ് വിൻസ്, പ്ലാനറ്ററി വിൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പെർമനൻ്റ് വിൻഡിനെയാണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കണേ. ഏതൊക്കെ പേരിലാണ്? മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പ്രിവൈലിംഗ് വിൻസ്, പ്ലാനറ്ററി വിൻസ് എന്നൊക്കെ പറയും. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പെർമനൻ്റ് വിൻസുകൾ, സ്ഥിര കാറ്റുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമതായിട്ട് ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ വിൻസ്. അപ്പോൾ ഇവ 3 പ്രധാനപ്പെട്ട പെർമനൻ്റ് വിൻസ് എന്ന് പറയുന്നത്. മറക്കരുത്, 3 പേര് ഓർത്ത് വെച്ചോണം. ഈ കാറ്റുകൾ എവിടെയാണ് വീശുന്നത്? അതായത് പ്രഷർ ബെൽറ്റ് ഏരിയകളുടെ ഇടയിലാണ്. വിൻഡ് ബ്ലോ ബിറ്റ്വീൻ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനൊക്കെ ഇടയ്ക്ക് വീശുന്ന ഒരു കാറ്റാണ് ഈ പെർമനൻ്റ് വിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 3 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണേ. നമ്മളെന്താ പറയുക, എന്താണ് ഈ പെർമനൻ്റ് വിൻഡ് എന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ മറ്റൊരു പേരുകൾ 2 പേരുകൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? പ്രിവൈലിംഗ് വിൻഡും പ്ലാനറ്ററി വിൻഡ്സും. നമ്മൾ 2 പേരുകൾ പഠിച്ചു. ഈ പെർമനൻ്റ് വിൻഡ് അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളാണ്. ഇനി ഏതൊക്കെയാണ് പെർമനൻ്റ് വിൻഡ്സ് എന്ന് നമ്മൾ പഠിച്ചു. ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ വിൻസ്. അപ്പോൾ ഇതാണ് മേജർ പെർമനൻ്റ് വിൻസ്. നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ ഏരിയയുടെ 2 വശത്തുമായിട്ടാണ് വെസ്റ്റർലൈസും ട്രേഡ് വിൻസും കാണപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ഹെമിസ്ഫിയറിൽ നിന്നുമുള്ള ട്രേഡ് വിൻഡുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. അതായത് ITCZ എന്ന് പറയുന്നത്. ITCZ കേട്ടോ. CZ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണേ. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് മൂലമാണ് അല്ലേ? സൂര്യൻ്റെ സ്ഥാനമാറ്റത്തിനനുസരിച്ചിട്ട് ഇത് മാറും. മനസ്സിലായോ? അപ്പം മെയിനായിട്ട് ഇത് ഈ ഒരു ITCZ ഏരിയ വരുന്നത് എവിടെയാണ്? ഇക്വേറ്റർ റീജിയനിലാണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഏരിയയിലാണ് ഈ ഒരു സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻസും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ഈ ITCZ എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ട്രേഡ് വിൻസ് ആണ്. മറ്റൊരു പെർമനൻ്റ് വിൻഡാണ്. സ്ഥിരക്കാറ്റുകളിലൊന്നാണ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്?
ബെൽറ്റ് ഏരിയ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ എന്ന്. അപ്പോൾ ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ഇക്വറ്റോറിയൽ റീജിയനിലേക്കാണ് ഇത് വീശുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്കാണ് ഇത് വീശുന്നത്. അതായത് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്ന് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലെ ഏരിയയിലേക്കാണ് ഇത് വീശുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്കും സതേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഭൂമിയെ രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞാൽ മുകളിലത്തെ ഭാഗമാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴത്തെ ഭാഗമാണ് ഏത് സതേൺ ഹെമിസ്ഫിയർ. 30 ഡിഗ്രി ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തിലേക്ക്, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്കാണ് ഈ ഒരു കാറ്റ് വീശുന്നത്. വടക്കൻ അർദ്ധഗോളങ്ങളിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വടക്ക് കിഴക്ക് രീതിയിലേക്കും തെക്കൻ അർദ്ധഗോളത്തിൽ എങ്ങനെയാണ് തെക്ക് കിഴക്ക്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലോർത്ത് വെച്ചോണം. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ വീശുന്നതെന്ന് പറയുമ്പോൾ നോർത്ത് ആദ്യം വരും. തെക്കൻ ഹെമിസ്ഫിയറിൽ വീശുന്ന ദിശയ്ക്ക് ആദ്യം സൗത്ത് വരും. മനസ്സിലായോ? അപ്പോൾ രണ്ടിനും പെർമനൻ്റ് ആയിട്ടുള്ള ഈസ്റ്റേൺ ഏരിയയിലേക്കാണ് വീശുന്നത്. ഇങ്ങനെയാണ് വീശുന്നത്, നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും, ആ ഒരു രണ്ട് ദിശയിലേക്കാണ് വീശുന്നത്. മനസ്സിലായോ? വരാൻ കാരണം, ചരിത്രപരമായിട്ടൊരു കാരണം പറയുന്നത്, പണ്ട് കാലത്തെ വ്യാപാരികളും അല്ലെങ്കിൽ സെയിലേഴ്സും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു കാറ്റിനെ ആശ്രയിച്ചാണ് കടൽയാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഒരേ ദിശയിൽ തന്നെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് ആയതുകൊണ്ട് ഈ ഒരു കാറ്റ് എപ്പോഴും കപ്പൽ യാത്ര എളുപ്പമാക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാറ്റിന് ഈ ഒരു പേര് കിട്ടിയെന്നാണ് ചരിത്രപരമായിട്ട് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ട്രേഡിൻ്റെ നേരത്തെ പഴയ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രാക്ക് എന്നുള്ളതാണ്, പാത, മാർഗം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഒരേ ദിശയിൽ സ്ഥിരമായ ഒരു പാതയിൽ കൂടി തന്നെ വീശുന്ന കാറ്റായതുകൊണ്ടാണ് ഇതിനെ ട്രേഡ് വിൻഡ് എന്നറിയപ്പെടുന്നതെന്ന് അങ്ങനെയൊരു കാരണമുണ്ട്. ട്രേഡ് വിൻഡിൻ്റെ ആ ഒരു ഡയറക്ഷന് കാരണം കൊറിയോളിസിസ് എഫക്റ്റാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റ് ഭാഗത്തേക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് വിൻഡായിട്ടും ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ് സൈഡിലേക്കും, അതായത് സൗത്ത് ഈസ്റ്റ് വിൻഡ്സ് ആയിട്ടുമാണ് ഇത് വീശുന്നത്. മനസ്സിലായോ? അടുത്ത പെർമനൻറ്റ് വിൻഡ്സ് എന്ന് പറയുന്നത് വെസ്റ്റർലൈസ് ആണ്. വെസ്റ്റർലൈസ് എങ്ങനെയാണ് വീശുന്നത്? 30 ഡിഗ്രി ഏരിയയിൽ നിന്ന് 60 ഡിഗ്രി ഏരിയയിലേക്കാണ് ഇത് വീശുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് വീശുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് സതേൺ ഹെമിസ്ഫിയറിൽ ഈ കാറ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മക്കളെ ഈ സതേൺ ഹെമിസ്ഫിയറിൽ ഇത് ഇത്ര സ്ട്രോങ് ആകാൻ കാരണം? അതായത് നോർത്തേൺ ഹെമിസ്ഫിയറെ വെച്ച് നോക്കുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതൽ ഓഷ്യൻസ് ഉള്ളത്. ഭാഗത്ത് കുന്നുകളോ മലകളോ മരങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കർഷണം കുറവാണ്. അതുകൊണ്ട് കാറ്റ് എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ വീശും. മനസ്സിലായോ? പെർമനൻ്റ് വിൻഡാണ് പോളാർ വിൻഡ്സ്. അതായത് വളരെ തണുത്ത കാറ്റുകളാണിവ. എന്നാണ് വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് 60 ഡിഗ്രി ലോ പ്രഷർ ഏരിയയിലേക്കാണ് ഇത് വീശുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പോളാർ റീജിയനിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ കാറ്റ് വളരെ തണുത്ത കാറ്റായിരിക്കും. ആണ് പെർമനൻറ്റ് വിൻഡുകൾ. ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്, വെസ്റ്റർലൈസ്, പോളാർ വിൻഡ്സ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അടുത്ത പെർമനൻറ്റ് വിൻഡ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിൻഡായിട്ടുള്ള പീരിയോഡിക്കൽ വിൻഡാണ്. പ്രധാനപ്പെട്ട വിൻഡാണ്. ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പെർമനൻറ്റ് വിൻഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഏതൊക്കെയായിരുന്നു? ട്രേഡ് വിൻഡ്, വെസ്റ്റർലൈസ്, പിന്നെ പോളാർ വിൻഡ്സ്. ഇനി നമ്മൾ പീരിയോഡിക്കൽ വിൻഡ്സ് ആണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റുകളാണ്. കാറ്റോർത്തോളം പെർമനൻറ്റ് വിൻഡ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ വിൻഡാണ്. കാലാനുസൃത കാറ്റുകൾ, അതായത് കാലാവസ്ഥ അനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണിത്. ദാറ്റ് ചേഞ്ച് ദ ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതായത് കൃത്യമായിട്ടൊരു കാലയളവിനിടയിൽ അത് തന്നെ ദിശ മാറി സഞ്ചരിക്കും. മനസ്സിലായി? പ്രത്യേക ഇന്ന പാതയൊന്നുമില്ല. പെർമനൻറ്റ് വിൻഡ് പോലെ കൃത്യമായ പാതകളൊന്നുമില്ല. കാലാവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അത് ദിശ മാറിക്കൊണ്ടിരിക്കും. ടൈപ്സ് ഓഫ് പീരിയോഡിക്കൽ വിൻഡ്സ് ആർ ദെയർ. അപ്പോൾ 3 തരത്തിലുള്ള പീരിയോഡിക്കൽ വിൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പീരിയോഡിക്കൽ വിൻഡ്സ്? ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, പിന്നെ എന്താണ് മൗണ്ടെയിൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്, പിന്നെ മൺസൂൺ വിൻഡ്സ്. അപ്പോൾ ഇത് 3ആണ് പ്രധാനപ്പെട്ട പീരിയോഡിക്കൽ വിൻഡ്സ്. ഓക്കെ, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സീ ബ്രീസ് ആണ്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷൻ ആവരുത് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് വിൻഡ്സ് എന്ന് പറയുന്നത് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് ആണ്. അപ്പോൾ ഈ ബ്രീസ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്താണ് ഇത് വീശുന്നതും. അതായത് നമുക്കറിയാം കരയും കടലും വെച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? കരയാണ് പെട്ടെന്ന് ചൂടാകുന്നതും പെട്ടെന്ന് തണുക്കുന്നതും അല്ലേ. എവിടെ എന്ത് ചെയ്യും? പ്രഷർ ലോ ആയിരിക്കും അല്ലേ, മർദ്ദം കുറവായിരിക്കും. അപ്പോൾ അതേസമയം സീൽ എങ്ങനെയായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് സീയിൽ നിന്ന് ലാൻഡിലേക്ക് എന്ത് ചെയ്യും? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ പകൽ സമയം കര വേഗം ചൂടാവും,
അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ ഇതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അതായത് എവിടെയാണ് ലോ പ്രഷർ ഏരിയ ഉള്ളത്? പകൽ സമയത്ത് ചൂട് കൂടുമ്പോൾ കരയിൽ. അപ്പം ഹൈ പ്രഷർ ഏരിയ എവിടെയായിരിക്കും? സീയിലായിരിക്കും അല്ലേ? അവിടെ ഒരു തണുപ്പൊക്കെ ആയിരിക്കും അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്തു? എവിടെ നിന്ന് എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് എപ്പോഴും ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കുമല്ലോ കാറ്റ് വീശുന്നത്. അപ്പോൾ ഈ കാറ്റ് വീശുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? പ്രഷർ ഏരിയ ആയിട്ടുള്ള കടലിൽ നിന്ന് ലോ പ്രഷർ ഏരിയ ആയിട്ടുള്ള കരയിലേക്ക് കാറ്റ് വീശുന്നു. അതുകൊണ്ടാണ് നമ്മൾ നല്ല ചൂടൊക്കെ ഉള്ളപ്പം ഒരു കടൽ തീരത്തൊക്കെ പോയിരുന്ന എന്ത് നല്ല സുഖമായിരിക്കും, നല്ല തണുത്ത കാറ്റും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് ചോദിക്കാം, ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്? രാത്രിയാണ് അല്ലേ? ലാൻഡ് ബ്രീസ് സംഭവിക്കുന്നത് രാത്രിയിലാണ്, അത് ഓർത്തോണേ. അപ്പം ലാൻഡ് രാത്രിയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് കൂളാവും, പെട്ടെന്ന് തണുക്കും. പകൽ മുഴുവൻ നല്ല ചൂടായിട്ട് നിന്ന ഇപ്പം രാത്രിയിൽ ഉണ്ടാവും, പെട്ടെന്ന് തണുക്കും. അപ്പോൾ തണുക്കുമ്പോൾ അവിടെ എന്താവും നിലനിൽക്കുന്നത്? ഏത് ഹൈ പ്രഷറാണോ ലോ പ്രഷറാണോ? ചിന്തിച്ച് നോക്കിയേ. എക്സാക്ട്ലി ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും നിലനിൽക്കുക, ലാൻഡിൽ ഹൈ പ്രഷർ ഏരിയയും. ഇതേ സമയം എന്തായിരിക്കും? പകലത്തെ ചൂടൊക്കെ കാരണം വെള്ളം പതുക്കെയാണ് ചൂടായി വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ ലോ പ്രഷറും ആയിരിക്കും. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ ഈ രാത്രി കര വേഗം തണുക്കുകയും കരയിൽ നിന്ന് കടലിലേക്ക് വീശുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. മാറിപ്പോകരുതേ, കരക്കാറ്റും കടൽക്കാറ്റും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കരക്കാറ്റും കടൽക്കാറ്റുമാണ്, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. അടുത്ത കാറ്റാണ് മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. അടുത്ത പീരിയോഡിക്കൽ വിൻസിൽ വരുന്നതാണ് മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. നോക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ ഡിവൈഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. വാലി ബ്രീസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? പകൽ സംഭവിക്കുന്നതാണ്. അതായത് വാലിയിൽ നിന്നും മൗണ്ടെയിനിലേക്ക് വീശുന്ന കാറ്റാണ് വാലി ബ്രീസ്. എങ്ങനെയാണ്? വാലിയിൽ നിന്ന്, അതായത് പർവ്വതങ്ങളുടെ താഴ്വരകളിൽ നിന്ന് താഴേന്ന് മുകളിലേക്ക്, പർവ്വതങ്ങളുടെ മുകളിലേക്ക് വീശുന്ന കാറ്റാണ് ഏത്? വാലി ബ്രീസ്. സമയത്ത് ഈ മൗണ്ടെയിൻ വാലീസ്, ഈ താഴ്വരകൾ പെട്ടെന്ന് ചൂടാവും സൺലൈറ്റിൽ അല്ലേ? അപ്പം എന്ത് ചെയ്യും? വായു ഉയർന്നു പൊങ്ങുകയും മൗണ്ടെയിൻ്റെ സ്ലോപ്പുകളിലേക്ക് വീശുകയും ചെയ്യുന്നു. മൗണ്ടെയിൻ്റെ ചെരിവുകളിലേക്കൊക്കെ എന്ത് ചെയ്യുകയാണ്? ഈ താഴ്വരകളിൽ നിന്നുള്ള കാറ്റ് വീശുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വര കാറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മൗണ്ടെയിൻ ബ്രീസ് എന്താണ്? രാത്രിയാകുമ്പോൾ നേരെ തിരിച്ചാവും അല്ലേ? മൗണ്ടെയിൻ സ്ലോപ്പുകളിലെ എയറൊക്കെ ഉണ്ടല്ലോ കൂളാകും, അതായത് തണുപ്പ് കൂടുതൽ. മൗണ്ടെയിൻ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ? മൗണ്ടെയിൻ സ്ലോപ്പുകളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും രാത്രി കാലങ്ങളിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കാറ്റ്, തണുത്ത കാറ്റ് താഴ്വരകളിലേക്ക് ഇറങ്ങി ചേരുന്നു. അപ്പോൾ ഇതിനെയാണെന്ന് പറയുന്നത് മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. മൗണ്ടെയിനിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റാണിത്. അടുത്ത പീരിയോഡിക്കൽ വിൻഡാണ് മൺസൂൺ വിൻഡ്. അതായത് സീസണൽ റിവേഴ്സ് ഓഫ് വിൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ സീസൺ അനുസരിച്ചിട്ട് ഭേദഗതി വരുന്ന കാറ്റുകളാണ് ഈ ഒരു മൺസൂൺ കാറ്റെന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു കാറ്റാണല്ലോ ഇത്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീശുന്ന കാറ്റാണ് ഈ മൺസൂൺ കാറ്റെന്ന് പറയുന്നത്. ഇനി സമ്മർ മൺസൂണുണ്ട്, വിൻ്റർ മൺസൂണുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ സമ്മർ മൺസൂൺ എങ്ങനെയായിരിക്കും? ലാൻഡ് എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുന്നതാണ് അല്ലേ? അപ്പോൾ ലോ പ്രഷർ ഏരിയ ആയിരിക്കും. ഓഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും പകൽ സമയത്ത്. ഹൈ പ്രഷർ ഏരിയ ആയിട്ടുള്ള സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശുന്ന ഈ ശക്തമായ ഈ ഒരു കാറ്റ് എന്ത് ചെയ്യുന്നു? ഹെവി റെയിൻഫാൾ, ശക്തമായിട്ടുള്ള മഴ കൊണ്ടുവരുന്നു, തണുത്ത കാറ്റ്. അപ്പോൾ ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ധാരാളമുള്ള കാറ്റാണ്, നീരാവി വളരെ ഉള്ള കാറ്റാണ്. അപ്പോൾ ഈ കാറ്റെന്ന് പറഞ്ഞാൽ കരയിലേക്ക് എത്തുമ്പോൾ അത് വളരെ ശക്തമായിട്ടുള്ളൊരു മഴയായി മാറുന്നു. ഈ സൗത്ത് വെസ്റ്റ് വിൻഡ് കാരണമാണ് ഈ ഒരു മഴ സംഭവിക്കുന്നത്. ഈ സൗത്ത് വെസ്റ്റ് വിൻഡ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കൊറിയോളിസിസ് എഫക്റ്റ് കാരണമാണ് ഉണ്ടാവുന്നത്. വിൻഡ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. കൃഷിയും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? ഈ മൺസൂണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് വിൻ്റർ മൺസൂൺ എന്താണെന്ന് ചിന്തിക്കാം. അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ലാൻഡ് എപ്പോഴും എന്തായിരിക്കും? രാത്രി സമയത്ത് ഭയങ്കര കൂളാവുകയും ഹൈ പ്രഷർ ഏരിയ അവിടെ നിലനിൽക്കുകയും ചെയ്യും. സീസണിൽ നോർത്തേൺ ലാൻഡ്സ് എന്ത് ചെയ്യും? വളരെ കൂളാകുന്നു അല്ലേ? അപ്പോൾ ഹൈ പ്രഷർ ആ ഏരിയയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ഏരിയയിലൊക്കെ ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു സാഹചര്യത്തിൽ കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലാൻഡിൽ നിന്ന് ലോ പ്രഷർ ഏരിയ ആയിട്ടുള്ള കടലിലേക്ക് വീശുവാൻ തുടങ്ങുന്നു. മനസ്സിലായോ? ശക്തമായിട്ട് വീശുന്നു. ഇത് സാധാരണയായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. അപ്പം ഈ വിൻഡിനെയാണ് മൺസൂൺ വിൻഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത് കേട്ടോ. ഇനി നമ്മൾക്ക് ചിന്തിക്കാൻ പോകുന്ന അടുത്ത വിൻഡ് എന്ന് പറയുന്നത് ലോക്കൽ വിൻഡാണ്. മൂന്നാമത്തെ വിൻഡ് എന്ന് പറയുന്നത് ലോക്കൽ വിൻഡ്സ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ വിൻഡ്സിനെ കുറിച്ചാണ്. അല്ലെ? പ്രാദേശികമായിട്ട് വീശുന്ന കാറ്റുകൾ.
പ്രാദേശിക കാറ്റുകൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കറിയാം. ലോകത്തുടനീളം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ടെമ്പറേച്ചറാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് ഓരോ ഏരിയയിലും വീശുന്ന അല്ലെങ്കിൽ ലോക്കൽ ഏരിയ പ്രാദേശിക സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് വീശുന്ന കാറ്റുകളാണ് ഈ ഒരു ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. അതായത് ചെറിയ പ്രദേശങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ടെമ്പറേച്ചർ വ്യത്യാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ താപനില വ്യത്യാസത്തിനനുസരിച്ച് വീശുന്ന കാറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, പ്രാദേശിക കാറ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ചില കാറ്റുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ലൂ എന്ന് പറയുന്ന കാറ്റാണ്. അത് നോർത്ത് ഇന്ത്യയിലാണ് വീശുന്നത്. ഇത് വളരെ ഹോട്ടായിട്ടുള്ള വെരി ഹോട്ടായിട്ടുള്ള വളരെ ചൂടുള്ള ഒരു കാറ്റാണ്. ഉഷ്ണക്കാറ്റാണ് ഈ ലൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ചിനൂക്കാണ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ റോക്കി മൗണ്ടെയിനിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഒരു കാറ്റെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ കടന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ സ്നോ ഈറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം അതിശൈത്യകാലത്ത് മഞ്ഞിനെ ഉരുക്കുന്ന ഒരു കാറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്നോ ഈറ്റർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ കടന്നു വരുന്ന ഒരു കാറ്റാണ്. ഫൊന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും ഒരു ചൂടുള്ള കാറ്റാണ്, വാം ആയിട്ടുള്ള വിൻഡാണ്. കാരണം പർവ്വതത്തിന് ഒരു വശത്ത് ഭയങ്കര ചൂടും അങ്ങനെയുള്ള കാലാവസ്ഥയുമായിരിക്കും. അപ്പോൾ ആ പർവ്വതം കടന്ന് വരുമ്പോൾ മഞ്ഞുരുക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ കൃഷിക്കൊക്കെ ഒത്തിരി ഗുണം ചെയ്യുകയും ചെയ്യുന്നൊരു കാറ്റാണിത്. അടുത്തത് ഹർമാട്ടനാണ്. ഇത് സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ്. വെസ്റ്റേൺ ആഫ്രിക്കയിലേക്കാണ് വീശുന്നത്. അപ്പോൾ ഇതിനെ ഡോക്ടർ വിൻഡ് എന്ന് അറിയപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടും അതുപോലെ തന്നെ ഈർപ്പവും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന പൊടിയും മണലും ഒക്കെ നിറഞ്ഞ കാറ്റാണിത്. അതുകൊണ്ട് ഇതിനെ ഡോക്ടർ വിൻഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഡോക്ടർ ഹർമാട്ടൻ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓർത്ത് വയ്ക്കുകയെ. അതായത് ലോക്കൽ വിൻഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലോ ഇൻ സ്മോൾ റീജിയൻ, പ്രാദേശികമായ ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വിൻഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അത് പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂ എന്ന് പറയുന്നത് ഹോട്ട് വിൻഡാണ്. ചിനൂക്ക് വാമായിട്ടുള്ളൊരു വിൻഡാണ്. ഫൺ വാമാണ്. ഹർമാട്ടൻ ഡ്രൈ ആയിട്ടുള്ളൊരു കാറ്റാണ്. വിൻഡുകളുടെ പേര് മറന്നു പോകാതെ ഓർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. LCFH എന്ന് ഓർത്ത് വയ്ക്കുക. LCFH അതായത് ലൂ, ചിനൂക്ക്, ഫൺ, ഹർമാട്ടൻ കേട്ടോ. LCFH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ള വിൻഡാണ്, ഇന്ത്യയിൽ വീശുന്ന വിൻഡാണ്. അത് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യയിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റ് ഏതാണ് എന്ന്. അത് ലൂ ആണ്. പിന്നെ ചിനൂക്ക് എന്ന് പറയുന്നത് സ്നോ ഈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫൊന്നെ അറിയപ്പെടുന്നത് വാം മൗണ്ടെയിൻ വിൻഡ് എന്നാണ്. മാട്ടനെ അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ വിൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ആൻഡ് ഡസ്റ്റ് ഒക്കെ നിറഞ്ഞ, അതായത് പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞ ഡ്രൈ ആയിട്ടുള്ളൊരു കാറ്റാണിത്. എന്തായാലും ഈ കാറ്റുകൾ അവയുടെ ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. വൺ വേർഡായിട്ട് മാത്സ് ദ ഫോളോവിങ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വിൻഡുകളാണ് വേരിയബിൾ വിൻഡ്സ്, അതായത് മാറുന്ന കാറ്റുകൾ, അസ്ഥിര കാറ്റുകൾ എന്നൊക്കെ പറയും കേട്ടോ. അൺപ്രഡിക്റ്റബിൾ വിൻഡ്സ്, അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടപ്പേന്ന് വീശുന്നൊരു കാറ്റാണിത്. മാറുന്ന ദിശയ്ക്കനുസരിച്ചും അതുപോലെ തന്നെ വളരെ വേഗത്തിന് വീശുന്ന കാറ്റാണ് ഈ വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വേരിയബിൾ വിൻഡ്സ് ആണ് ഉള്ളത്, സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. അപ്പോൾ ഇവ രണ്ടും ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സൈക്ലോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യാണ്, ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ചുഴി പോലെ രൂപം കൊള്ളുകയാണ്. ഹെമിസ്ഫിയറിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അതായത് വലത്തുനിന്ന് ഇടത്തേക്കും. സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആയിരിക്കും, ഇടത്തുനിന്ന് വലത്തേക്കുമായിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? കൊറിയോളിസിസ് എഫക്റ്റ് കാരണമാണ്. മനസ്സിലായോ? കൊറിയോളിസിസ് എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഭൂമി ഭ്രമണം ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ആ ഒരു ബലമാണ്. അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞാണ്, നമുക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു പ്രഷർ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഓപ്പോസിറ്റായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സാണിത്. സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ മൂവ്സ് ഔട്ട്വേർഡ്സ്, അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് എയർ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇങ്ങനെ വ്യാപിക്കുകയാണ്. പമ്പരമൊക്കെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ, വട്ടം വട്ടം വലിയ വലിയ വട്ടമായി പോവുകയല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ലോ പ്രഷറും ആൻറ്റി സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറും സെൻറ്ററാണ്. കേന്ദ്രഭാഗത്ത് സൈക്ലോണിൻ്റെ കേന്ദ്രഭാഗത്ത് എങ്ങനെയായിരിക്കും, ലോ പ്രഷറും ആൻറ്റി സൈക്ലോണിൻ്റെ കേന്ദ്രഭാഗത്ത് എങ്ങനെയായിരിക്കും, ഹൈ പ്രഷറുമായിരിക്കും.
ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത് സൈക്ലോണിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഭൂമിയുടെ മേളത്തെ പാർട്ടിൽ ക്ലോക്ക് വൈസ് ഇടത്തുനിന്ന് വലത്തോട്ടും, സദേൺ ഹെമിസ്ഫിയറിൽ താഴത്തെ ആ ഒരു പാർട്ടിൽ വലത്തുനിന്ന് ഇടത്തേക്കുമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ രണ്ടും ഓപ്പോസിറ്റാണ് വരുന്നത്. ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണേ. അതായത് സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസും, ആൻറ്റി സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് ക്ലോക്ക് വൈസുമാണ്. ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ പിന്നെ മറ്റേത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അപ്പോൾ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു പോകുന്നൊരു കാറ്റാണ്. വലിയ മഴയും ഇടിമിന്നലും വല്ലാത്ത പ്രകൃതി ക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടാക്കി കടൽ തീരങ്ങളിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, മനുഷ്യരുടെ ജീവനും സ്വത്തും എല്ലാം നശിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കാറ്റാണ് ഈ സൈക്ലോൺ എന്ന് പറയുന്നത്. ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത് മഴയൊന്നും ഉണ്ടാവില്ല, തെളിഞ്ഞ ആകാശമായിരിക്കും, വലിയ പ്രകൃതി ക്ഷോഭങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ്. അതായത് ഫീച്ചേഴ്സ് സൈക്ലോൺ, ആൻറ്റി സൈക്ലോൺ. അപ്പോൾ ഇത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രഷർ എങ്ങനെയായിരിക്കും? സൈക്ലോണിൻ്റെ ലോ ആയിരിക്കും, ആൻറ്റി സൈക്ലോണിൻ്റെ ഹൈ ആയിരിക്കും. വിൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സൈക്ലോണിൻ്റെ ഇൻവേർഡ് ആയിരിക്കും, ആൻറ്റി സൈക്ലോണിൻ്റെ ഔട്ട്വേർഡ് ആയിരിക്കും. റെയിൻ എന്ന് പറയുന്നത് സൈക്ലോണിൻ്റെ ഹെവി റെയിൻ ആയിരിക്കും, സൈക്ലോണിൻ്റെ എന്ന് പറയുന്നത് നോ ഹെവി റെയിൻ ആയിരിക്കും. വെതർ എങ്ങനെയായിരിക്കും? സൈക്ലോണിൻ്റെ സ്റ്റോമി ആയിരിക്കും, സൈക്ലോണിൻ്റെ എങ്ങനെയായിരിക്കും? വളരെ കാമായിരിക്കും. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹ്യൂമിഡിറ്റിയെ കുറിച്ചിട്ടാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പത്തെക്കുറിച്ച്, അന്തരീക്ഷത്തിൻ്റെ മറ്റു ചില വ്യതിയാനങ്ങളെക്കുറിച്ചും ക്ലൗഡ്സിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പറയുന്ന എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിട്ടാണ് പറയുന്നത്. എക്സാമിന് വേണ്ട മെയിൻ പോയിൻറ്റ്സുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് വെച്ച് ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനിത് എഴുതാൻ പറ്റും കേട്ടോ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ. അപ്പം വായുവിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വായുവിൽ തങ്ങി നിൽക്കുന്ന ജലത്തിൻ്റെ ആ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്. അതായത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ പൂർണ്ണ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആപേക്ഷിക ആർദ്രത എന്ന് പറയും. അപ്പം ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത വായുവിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. നിശ്ചിത പ്രദേശത്തെ വായുവിൽ ഇപ്പോൾ എത്ര അളവ് ജലബാഷ്പമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള വായുവിൽ ഇപ്പോൾ എത്ര അളവ് ജലബാഷ്പമുണ്ടെന്നും എത്രത്തോളം ജലബാഷ്പം അതിന് ഉൾക്കൊള്ളാനാവുമെന്നും അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് അളവുകൾ തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയുന്നത് ഈ ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഫോർമുല എന്താണ്? RH = ആക്ച്വൽ വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി ഇൻറ്റു 100. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ആക്ച്വൽ വാട്ടർ വേപ്പറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5 ഗ്രാം ആണെന്ന് വെച്ചു. അതായത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ആണ്. അപ്പോൾ RH എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി = 5/10 × 100. അപ്പോൾ അതിൻ്റെ എത്രയായിരിക്കും? 50% ആയിരിക്കും. കണ്ടൻസേഷൻ, സംഘനനം എന്ന് പറയും അല്ലേ. വാട്ടർ വേപ്പർ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം ജലബാഷ്പം തണുത്ത് ജലബിന്ദുക്കളായി മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ബാഷ്പം തണുത്ത് ജലബിന്ദുക്കളായി മാറുന്ന ഏതൊക്കെ ഫോമിലാണ്? ഒന്ന് ഡ്യൂ, മഞ്ഞായിട്ട് അല്ലേ. അതായത് വാട്ടർ വേപ്പർ ഓൺ ഗ്രാസ്. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ ഇലകളിലും പുല്ലുകളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വാട്ടറിൻ്റെ ആ ഡ്രോപ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്യൂ എന്ന് പറയുന്നത്. ഇനി ഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഐസ് ക്രിസ്റ്റലിൻ്റെ ടൈപ്പുള്ള ആ ഒരു 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുണ്ടാവുന്ന ആ ഒരു ജലബിന്ദുക്കളാണ്. എന്ന് പറഞ്ഞാൽ ഫോഗ് ഓർ മിസ്റ്റ്. ഫോഗ് മിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതായത് അതിൽ തങ്ങി നിൽക്കുന്ന ജലകണങ്ങളാണ് ഇവ ഫോഗ് മിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. മൂടൽമഞ്ഞുകളൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ. ഇനി അടുത്ത ക്ലൗഡ്സ് ആണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഉയരഭാഗങ്ങളിൽ കൂട്ടമായി കാണുന്ന ജലബിന്ദുക്കളോ ഐസ് ക്രിസ്റ്റലുകളോ കൂടി ചേരുന്നതാണ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്.
കണ്ടൻസേഷൻ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഫോംസ് എന്താണെന്ന് മനസ്സിലായി. എത്ര ഫോംസ് ഉണ്ട്? 4 ഫോംസാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡ്യൂവർ, ഫ്രോസ്റ്റ്, ഫോഗ് ഓർ മിസ്റ്റ്, ക്ലൗഡ്സ്. പോകുന്നത് ക്ലൗഡ്സിനെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 4 ക്ലൗഡ്സ് ഉണ്ട്: സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. അപ്പോൾ എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? വളരെ തിന്നാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തൂവൽ പോലെ കാണപ്പെടുന്ന മേഘക്കൂട്ടങ്ങളാണ് ഈ സിറസ് എന്ന് പറയുന്നത്. അതിനായിട്ട് മഴയൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള മേഘങ്ങളാണ് ഈ സിറസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റസ് എന്ന് പറയുന്നത് ലെയറുകളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ്. ഏകദേശം ചാര നിറത്തിലുള്ള മേഘങ്ങളാണ്. സൂര്യനെയൊക്കെ മറയ്ക്കുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ ചെറിയ മഞ്ഞും മഴയും ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മേഘങ്ങളാണ്. ഇത്തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ടാക്കുന്ന മേഘങ്ങളാണ് ഈ ഒരു മേഘങ്ങൾ. അടുത്തൊരു മേഘങ്ങൾ എന്ന് പറയുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. ഒരു പഞ്ഞിക്കെട്ട് പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ്. വെളുത്ത നിറമാണ്. പ്രധാനമായിട്ടും തെളിഞ്ഞ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ്. കാലാവസ്ഥയുടെ ഒരു സൂചനയാണ് ഈ ഒരു മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിംബസ് മേഘങ്ങളാണ്. നിംബസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ മഴ കൊണ്ടുവരുന്ന കാർ മേഘങ്ങളെയാണ് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇരുണ്ട മഴയ്ക്ക് കാരണമായ ശക്തമായിട്ടുള്ള മഴകൾക്കൊക്കെ കാരണമായിട്ടുള്ള മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. മനസ്സിലായോ? മേഘങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് പെർസിപ്പിറ്റേഷൻ ആണ്. എന്താണ് പെർസിപ്പിറ്റേഷൻ? വർഷണം എന്ന് പറയും. ഇതിൽ നിന്നും വെള്ളം വേറെ ഏതെങ്കിലും രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർഷണം അല്ലെങ്കിൽ പെർസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മഴ മാത്രമല്ലത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് നോക്കാം. ഫാളിംഗ് ഓഫ് വാട്ടർ ഫ്രം ദ ക്ലൗഡ്സ്, അതായത് ക്ലൗഡ്സിൽ നിന്ന്, അതായത് മേഘങ്ങളിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ ഭൂമിയിലേക്ക് വെള്ളം എത്തുന്ന ആ ഒരു വികാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? പെർസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും അറിയാവുന്നത് റെയിനാണ്, മഴയല്ലേ. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് റെയിൻ. രണ്ടാമതായിട്ട് സ്നോയാണ്. ഐസ് ക്രിസ്റ്റലായിട്ട് ഭൂമിയിലേക്ക് വെള്ളം എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്നോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെയിൽ സ്റ്റോൺ ആണ്. ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ആലിപ്പഴം എന്നൊക്കെ പറയില്ല, ഐസ് ബോൾസ്. അതായത് മേഘങ്ങളിൽ നിന്ന് കട്ടിയായിട്ട് എന്താണ് കല്ല് പോലെ ഇങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് താഴോട്ട് വീഴുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ആലിപ്പഴം എന്നൊക്കെ പറയും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? മേഘങ്ങളിലുള്ള ജലകണങ്ങൾക്ക് ഭാരം കൂടുകയും അവ ഭൂമിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. ടൈപ്സ് ഓഫ് റെയിൻഫാൾ ആണ്. പലതരത്തിലുള്ള മഴ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള റെയിൻഫാൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഓറോഗ്രാഫിക് റെയിൻഫാൾ, കൺവെക്ഷണൽ റെയിൻഫാൾ, സൈക്ലോണിക് റെയിൻഫാൾ. ഓറോഗ്രാഫിക് റെയിൻഫാൾ ഉണ്ടാവുന്നത് അതായത് മൗണ്ടെയിനിലേക്ക് ഈ ഒരു കാറ്റ് വന്നടിക്കുകയും ആയി ഉയർന്നു പൊങ്ങുകയും പിന്നീട് അത് തണുത്ത് താഴേക്ക് മഴയായിട്ട് പെയ്തിറങ്ങുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺവെക്ഷണൽ റെയിൻഫാൾ ആണ്. അതെന്താണ്? ചൂട് കാരണം വായു മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും പിന്നീട് തണുത്ത് താഴേക്ക് മഴയായിട്ട് പെയ്തിറങ്ങുകയും ചെയ്യുന്നു. അതായത് ഉഷ്ണമേഖലാ പ്രദേശത്തൊക്കെ മഴ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റെയിൻഫാളാണിത്, കൺവെക്ഷണൽ റെയിൻഫാൾ. സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത് ചൂടുള്ള വായുവും തണുത്ത വായുവും തമ്മിൽ കൂട്ടിയിടിക്കുകയും അവ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ റെയിൻഫാൾ ഉണ്ടാകുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന 2 പ്രതിഭാസങ്ങൾ കൂടിയുണ്ട്. ക്ലൗഡ് ബേസ്റ്റും ടൊറൻഷ്യൽ റെയിനുമാണ്. അപ്പം ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് മേഘവിസ്ഫോടനം നമ്മൾ കേട്ടിട്ടില്ലേ? മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ, ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ റെയിൻ പെർ അവർ. ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള മഴ. ടൊറൻഷ്യൽ റെയിൻ എന്ന് പറയുന്നത് ഹെവി റെയിനാണ്. വെരി ഹെവി റെയിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൊറൻഷ്യൽ റെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. സൺ ഹീറ്റ് എർത്ത്, സൂര്യൻ്റെ താപനം എന്തിനു കാരണമാകുന്നു? ക്രിയേറ്റ് പ്രഷർ ഡിഫറൻസസ്. അപ്പം മർദ്ദവ്യത്യാസം ഉണ്ടാക്കുന്നു. അതുപോലെ എയർ മൂവ്സ്, അതായത് ചലിക്കുന്ന വായു എന്തുണ്ടാക്കാൻ കാരണമാകും? വിൻസ്, കാറ്റുകളുണ്ടാക്കും. ഇവാപ്പറേറ്റ് എന്തിന് കാരണമാകുന്നു? ഹ്യൂമിഡിറ്റിക്ക് കാരണമാകുന്നു. പിന്നെ എന്താണ്? കൂളിങ്, കണ്ടൻസേഷന് കാരണമാകുന്നു. അതായത് വാട്ടർ വേപ്പർ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നതിനെയാണ്, ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ക്ലൗഡ് ഘനീഭവിച്ച് കഴിയുമ്പോൾ എന്താണ്? റെയിൻഫാൾ ഉണ്ടാകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പാർട്ടുകൾ, പോയിൻറ്റ്സുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഈ പാർട്ടിൽ നിന്ന് നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.